Dear students, welcome back to Udaya College online classes. Already we learned about atoms, molecules, Dalton's atomic theory, some scientists and their findings in previous classes. I hope you are studying well. Today we are going to discuss some more scientists and their findings, different atom models, atomic number, mass number, etc. First one is J.J. Thomson. He conducted a famous experiment called discharge tube experiment. What is a discharge tube? Usually, we know electricity can't pass through gases, but at a low pressure, electricity can pass through gases. For this purpose, we use discharge tubes. In discharge tube, we can fill with gases at a low pressure. ആദ്യമായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് ജെ തോംസൺ എന്ന ശാസ്ത്രജ്ഞനെ കുറിച്ചാണ്. അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം നടത്തിയ ഒരു പ്രധാന പരീക്ഷണമുണ്ട്. അത് ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെൻ്റ് എന്നാണ് അറിയപ്പെടുന്നത്. എന്താണ് ഡിസ്ചാർജ് ട്യൂബ്? നമുക്കറിയാം, സാധാരണ നിലയിൽ വാതകങ്ങളിലൂടെ വൈദ്യുതി കടത്തിവിടാൻ സാധ്യമല്ല. പക്ഷേ വളരെ കുറഞ്ഞ മർദ്ദത്തിൽ വാതകങ്ങളിലൂടെ വൈദ്യുതിയെ കടത്തിവിടാൻ സാധിക്കും. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഒരുക്കിയ സെറ്റപ്പാണ് എന്ത്? ഡിസ്ചാർജ് ട്യൂബ്സ്. ഈ ഡിസ്ചാർജ് ട്യൂബിൽ കുറഞ്ഞ മർദ്ദത്തിൽ വ്യത്യസ്ത വാതകങ്ങളെ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും. ഇറ്റ് ഈസ് എ തിക്ക് ഗ്ലാസ് ട്യൂബ് with two metal plates at the ends of the tube. These metal plates are called electrodes. You already learned about electrodes in 8th standard. These electrodes are connected to a battery. The electrode connected to the negative end of the battery is called cathode, or negatively charged electrode is cathode. And the electrode connected to the positive end of the battery is called anode, or positively charged electrode is anode. ഇപ്പോൾ ഡിസ്ചാർജ് ട്യൂബ് എന്ന് വെച്ചാൽ ഒരു കട്ടിയുള്ള ഗ്ലാസ് ട്യൂബാണ്. ആ ഗ്ലാസ് ട്യൂബിൻ്റെ രണ്ടറ്റത്തായിട്ട് രണ്ട് മെറ്റൽ പ്ലേറ്റ്സ് ഉണ്ടാവും. ഈ മെറ്റൽ പ്ലേറ്റ്സിനെയാണ് നമ്മൾ ഇലക്ട്രോഡ്സ് എന്ന് പറയുന്നത്. ഈ ഇലക്ട്രോഡിനെ ഒരു ബാറ്ററിയുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും. അതായത് ഇതിനുള്ളിൽ നമ്മൾ കുറഞ്ഞ മർദ്ദത്തിൽ ഗ്യാസ് ഫില്ല് ചെയ്തിട്ടുണ്ടാവും. അതിനുള്ളിലൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യിക്കുകയാണ്. അപ്പം ഏത് ഇലക്ട്രോഡാണോ ബാറ്ററിയുടെ നെഗറ്റീവ് എൻഡുമായിട്ട് ബന്ധിപ്പിച്ചിരിക്കുന്നത് അതിനെ കാഥോഡ് എന്ന് അറിയപ്പെടുന്നു. അതായത് കാഥോഡിൻ്റെ ചാർജ് എന്ന് വെച്ചാൽ നെഗറ്റീവ് ചാർജ് ആയിരിക്കും. ഇനി ബാറ്ററിയുടെ പോസിറ്റീവ് ഭാഗവുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന ഇലക്ട്രോഡിനെ നമ്മൾ വിളിക്കും ആനോഡ്. പോസിറ്റീവ് ചാർജുള്ള ഇലക്ട്രോഡാണ് ആനോഡ്. ഓക്കെ. ഹി പാസ്ഡ് ഇലക്ട്രിക് കറണ്ട് ത്രൂ ഡിസ്ചാർജ് ട്യൂബ് ആൻഡ് ഒബ്സർവ് ദാറ്റ് സം റേസ് ഒറിജിനേറ്റിംഗ് ഫ്രം കാഥോഡ് വിച്ച് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾ. These negatively charged particles possess mass and energy. J.J. തോംസൺ ഡിസ്ചാർജ് ട്യൂബിനുള്ളിലൂടെ ഇലക്ട്രിസിറ്റി കടത്തിവിട്ടു. ആ സമയത്ത് അദ്ദേഹം കണ്ടു കാഥോഡിൽ നിന്ന് ഒരു പ്രത്യേക തരത്തിലുള്ള കണികകൾ പുറത്തേക്ക് വരുന്നുണ്ട്. ആ കണങ്ങൾ നെഗറ്റീവ് ചാർജ് ഉള്ളതാണെന്ന് കണ്ടെത്തി. അതോടൊപ്പം നെഗറ്റീവ് ചാർജുള്ള ഈ കണങ്ങൾക്ക് ഒരു നിശ്ചിത മാസും എനർജിയും ഉണ്ടെന്ന് കണ്ടെത്തി. ഓക്കെ. ഹി കണ്ടക്റ്റഡ് ദിസ് സെയിം എക്സ്പെരിമെന്റ് വിത്ത് ഡിഫറെൻറ്റ് ഗ്യാസസ്. ഓൾ ദി ഗ്യാസസ് ഗേവ് ദി സെയിം നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾ ഇറസ്പെക്റ്റീവ് ഓഫ് ദി നാച്ചർ ഓഫ് ദി ഗ്യാസ്. സോ ഹി കൺക്ലൂഡഡ് ദാറ്റ് this negatively charged particle is common to all substances. It is much smaller than atom and it is a part of an atom.
അദ്ദേഹം ഇതേ പരീക്ഷണം വ്യത്യസ്ത വാതകങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കണ്ടെത്തി. അങ്ങനെ അദ്ദേഹം മനസ്സിലാക്കി നമ്മുടെ എല്ലാ പദാർത്ഥങ്ങളിലും ഈ നെഗറ്റീവ് ചാർജുള്ള കണികകൾ അടങ്ങിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇവ ആറ്റത്തേക്കാൾ ചെറുതും ആറ്റത്തിൻ്റെ ഒരു ഭാഗവുമാണെന്ന് കണ്ടുപിടിച്ചു. ആൻഡ് ദിസ് നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾ ഈസ് കോൾഡ് ഇലക്ട്രോൺ. ദ മാസ് ഓഫ് ഇലക്ട്രോൺ ഈസ് ഈക്വൽ ടു ദി 1/1837 mass of hydrogen atom. Normally, atomic masses is considered in terms of atomic mass unit or unified mass. ഈ നെഗറ്റീവ് ചാർജുള്ള പാർട്ടിക്കിളിന് അദ്ദേഹം ഒരു പേര് നൽകി. എന്താണ് പേര്? ഇലക്ട്രോൺസ്. ഈ ഇലക്ട്രോണിൻ്റെ മാസ് എന്ന് പറയുന്നത് ഹൈഡ്രജൻ്റെ മാസിൻ്റെ 1/1837 ഭാഗമാണ്. സാധാരണയായിട്ട് ആറ്റത്തിൻ്റെ മാസ് നമ്മൾ പറയുന്ന സമയത്ത് ഹൈഡ്രജൻ്റെ മാസുമായിട്ട് കമ്പയർ ചെയ്തിട്ടാണ് പറയുക. ഇതിനെയാണ് നമ്മൾ പറയുന്നത് അറ്റോമിക് മാസ് യൂണിറ്റ് അല്ലെങ്കിൽ യൂണിഫൈഡ് മാസ് യൂണിറ്റ് എന്ന് പറയും. In 1897, the scientific world accepted the discoveries of J.J. Thomson. Thus, he proved that atoms can be divided. 1897 ശാസ്ത്രലോകം തോംസന്റെ കണ്ടുപിടുത്തങ്ങളെ അംഗീകരിച്ചു. അങ്ങനെ ആദ്യമായിട്ട് ആറ്റത്തെ വിഭജിക്കാൻ കഴിയും എന്ന് കണ്ടെത്തി. നെക്സ്റ്റ് സയന്റിസ്റ്റ് ഈസ് ഏണസ്റ്റ് റുദർഫോർഡ്. He also conducted a famous experiment called gold foil experiment. അടുത്തതായി നമ്മൾ പറയാൻ പോകുന്നത് ഏണസ്റ്റ് റുദർഫോർഡ് എന്ന ശാസ്ത്രജ്ഞനെ കുറിച്ചാണ്. അദ്ദേഹം ഒരു പ്രധാനപ്പെട്ട പരീക്ഷണം നടത്തിയിട്ടുണ്ട്. അതിനെയാണ് ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത്. In this experiment, positively charged alpha particle passed through a thin gold foil and recorded it in a circular photographic film. He made some inferences and analyzing the observation. ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെൻ്റ് എന്ന് വെച്ചാൽ പോസിറ്റീവ് ചാർജുള്ള ആൽഫ പാർട്ടിക്കിള് ഒരു ഗോൾഡ് ഫോയിലിനുള്ളിലൂടെ കടത്തിവിടുകയാണ്. ഗോൾഡ് ഫോയിൽ എന്ന് പറയുന്നത് നമ്മൾ സാധാരണയായിട്ട് കാണാറുള്ള ഫുഡ് മെറ്റീരിയലൊക്കെ പൊതിയുന്ന അലൂമിനിയം ഫോയിലില്ലേ, അതേപോലെ ഗോൾഡ് ഉപയോഗിച്ചിട്ടുണ്ടാക്കിയ മെറ്റീരിയൽ ആണ്. അപ്പോൾ അതിനുള്ളിലൂടെ ആൽഫ പാർട്ടിക്കിള് കടത്തിവിടുക. അപ്പോൾ അദ്ദേഹം ചില കാര്യങ്ങൾ ഒബ്സർവ് ചെയ്തു. ഫസ്റ്റ് ഒബ്സർവേഷൻ ഈസ് most of the alpha particle is traveled in a straight line path, so that he concluded most of the part in an atom is empty. ഒന്നാമതായിട്ട് അദ്ദേഹം കണ്ടത് കൂടുതൽ ആൽഫ റേസും ഒരു നേർരേഖയിലാണ് കടന്നു പോയിരിക്കുന്നത്. നേർരേഖയിൽ കടന്നു പോവാന്ന് വെച്ചാൽ അതിനർത്ഥം എന്താണ്? അതിനിടയിൽ യാതൊരു വിധത്തിലുള്ള തടസ്സങ്ങളും ഇല്ല. അങ്ങനെ അദ്ദേഹം കണ്ടെത്തുകയാണ് ആറ്റത്തിനുള്ളിലെ കൂടുതൽ ഭാഗവും ശൂന്യമായിട്ടാണ് കാണപ്പെടുന്നത്. Another observation is the path of some alpha rays get deviated due to the presence of positively charged particle. രണ്ടാമതായിട്ട് അദ്ദേഹം കാണുന്ന കുറച്ച് ആൽഫ റേസ് അല്പം വ്യതിചലിച്ചാണ് പോകുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ പോസിറ്റീവ്ലി ചാർജ്ഡ് ആണ് ആൽഫ പാർട്ടിക്കിൾ. അപ്പം മറ്റ് ഏതോ ഒരു പോസിറ്റീവ് ചാർജിൻ്റെ പ്രസൻസ് മൂലമാണ് ഈ ആൽഫ പാർട്ടിക്കിൾ വ്യതിചലിച്ചു പോയത് എന്ന് അദ്ദേഹം കണ്ടുപിടിച്ചു. All these positively charged particles concentrated in the center of an atom. And this center part is called nucleus. ഈ പോസിറ്റീവ് ചാർജുള്ള കണങ്ങളൊക്കെ
ആറ്റത്തിൻ്റെ മധ്യഭാഗത്ത് കേന്ദ്രീകരിച്ചിരിക്കുന്നു എന്ന് കണ്ടെത്തി. ഈ കേന്ദ്രഭാഗത്തെ അദ്ദേഹം ന്യൂക്ലിയസ് എന്ന് വിളിച്ചു. And the positively charged particle is called proton. Mass of proton is equal to the mass of hydrogen atom. Charge of proton is equivalent opposite to that of electron. പോസിറ്റീവ് ചാർജുള്ള കണങ്ങളെ അദ്ദേഹം പ്രോട്ടോൺ എന്ന് വിളിച്ചു. പ്രോട്ടോണിൻ്റെ ചാർജ് എന്ന് പറയുന്നത് ഇലക്ട്രോണിൻ്റെ ചാർജിന് തുല്യവും വിപരീതവുമാണ്. അതേപോലെ തന്നെ പ്രോട്ടോണിൻ്റെ മാസ് എന്ന് പറയുന്നത് ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ മാസിന് തുല്യമാണെന്ന് കണ്ടെത്തി. He also predicted the chargeless particle present in the nucleus. ഇതോടൊപ്പം തന്നെ അദ്ദേഹം ന്യൂക്ലിയസിനുള്ളിൽ ഒരു ചാർജ് ഇല്ലാത്ത കണങ്ങൾ കൂടിയുണ്ട് എന്ന് കണ്ടെത്തി. പക്ഷെ അത് ഏതാണ് കണം എന്ന് അദ്ദേഹത്തിന് കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. Later, the scientist James Chadwick found the neutral or chargeless particle present in the nucleus is neutron. പിന്നീട് ജെയിംസ് ചാഡ്വിക് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ ഈ ന്യൂക്ലിയസിനുള്ളിലുള്ള ചാർജ്ലെസ് പാർട്ടിക്കിൾ ന്യൂട്രോൺ ആണെന്ന് കണ്ടെത്തി. The mass of neutron is equal to mass of proton or equal to mass of hydrogen atom. ന്യൂട്രോണിൻ്റെ മാസ് എന്ന് പറയുന്നത് പ്രോട്ടോണിൻ്റെ മാസിന് തുല്യമാണ്, അതായത് ഹൈഡ്രജൻ്റെ മാസിന് തുല്യമാണെന്ന് പറഞ്ഞു. He concluded that total mass of an atom is concentrated at the nucleus because proton and neutron possess the mass in the nucleus. ഒരു ആറ്റത്തിൻ്റെ ആകെ മാസ് നോക്കിക്കഴിഞ്ഞാൽ അത് കേന്ദ്രീകരിച്ചിരിക്കുന്നത് ന്യൂക്ലിയസിലാണെന്ന് അദ്ദേഹം കണ്ടെത്തി. കാരണം എന്താണ്? മാസുള്ള പ്രോട്ടോണും ന്യൂട്രോണും ന്യൂക്ലിയസിൽ ആണ് ഉള്ളത്. Now we conclude atoms of all substances made up of 3 subatomic particles called electron, proton, neutron. അപ്പോൾ നമുക്ക് പറയാം, ഏതൊരു വസ്തുവിൻ്റെയും ആറ്റങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് 3 അടിസ്ഥാന കണങ്ങൾ ഉപയോഗിച്ച് കൊണ്ടാണ്. ഏതൊക്കെയാണ് 3 അടിസ്ഥാന കണങ്ങൾ? ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ. അവയുടെ പ്രത്യേകതകൾ എന്താന്ന് ഒന്നുകൂടി ഓർത്തു നോക്കാം. ഇലക്ട്രോൺ ഈസ് ഡിസ്കവേർഡ് ബൈ J.J. Thomson. ചാർജ് ഓഫ് ഇലക്ട്രോൺ ഈസ് നെഗറ്റീവ്. മാസ് ഓഫ് ഇലക്ട്രോൺ ഈസ് 1/1837 mass of hydrogen atom. Seen outside the nucleus. Proton is discovered by Ernest Rutherford. Positively charged particle. Mass of proton is equal to mass of hydrogen atom. Seen inside the nucleus. And finally, neutron is discovered by James Chadwick. Chargeless particle. Mass of neutron is equal to mass of hydrogen atom. Seen inside the nucleus. For the practical purposes, we consider the mass of proton and neutron to be 1 atomic mass unit and electron to be 0. പ്രാക്ടിക്കൽ പർപ്പസിന് വേണ്ടി നമ്മൾ സാധാരണയായിട്ട് പ്രോട്ടോണിൻ്റെയും ന്യൂട്രോണിൻ്റെയും മാസ് 1 യൂണിറ്റ് ആയിട്ടും ഇലക്ട്രോണിൻ്റെ മാസ് 0 ആയിട്ടുമാണ് കൺസിഡർ ചെയ്യാറുള്ളത്. Normally, an atom is electrically neutral even when the positively charged proton and negatively charged electron present in it.
സാധാരണയായിട്ട് ഒരാറ്റം വൈദ്യുതപരമായിട്ട് ചാർജ് ഇല്ല, ഉദാസീനമാണ്. പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടോണും നെഗറ്റീവ് ചാർജുള്ള ന്യൂട്രോണും ആറ്റത്തിനുള്ളിൽ ഉണ്ടായിട്ടും ആറ്റത്തിന് ചാർജ് ഇല്ല. ഇൻ an atom, the number of proton and the number of electron are always equal, so that atom is electrically neutral. ഒരു ആറ്റത്തിനുള്ളിൽ പ്രോട്ടോണുകളുടെ എണ്ണവും ഇലക്ട്രോണുകളുടെ എണ്ണവും തുല്യമായിരിക്കും. അതുകൊണ്ടാണ് ആറ്റം ഇലക്ട്രിക്കലി ന്യൂട്രലായി മാറിയത്. Now we discuss some atom models. First one is Rutherford atom model. This model is also known as planetary model. He compared the structure of atom to a solar system. We know solar system has a center, sun is at the center, and all planets revolve around the sun in a circular path. Like that, an atom has a center, nucleus is at the center, and the electrons revolve around the nucleus in a circular path. റുദർഫോർഡ് കൊണ്ടുവന്ന ആറ്റം മോഡലിനെ പ്ലാനറ്ററി മോഡൽ എന്നാണ് അറിയപ്പെടുന്നത്. ഈ മോഡലിൽ അദ്ദേഹം ആറ്റത്തിൻ്റെ ഘടനയെ നമ്മുടെ സോളാർ സിസ്റ്റത്തോടാണ് ഉപമിച്ചിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, സോളാർ സിസ്റ്റത്തിൽ സൂര്യനാണ് അതിൻ്റെ കേന്ദ്രഭാഗം. അതിനു ചുറ്റും എല്ലാ പ്ലാനറ്റ്സും ഒരു സർക്കുലാർ പാത്തിൽ കറങ്ങിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. അതേപോലെ തന്നെയാണ് ആറ്റത്തിന് ഒരു കേന്ദ്രഭാഗം ഉണ്ട്. ആ കേന്ദ്രഭാഗമാണ് ന്യൂക്ലിയസ്. ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺസ് ഒരു സർക്കുലാർ പാത്തിൽ കറങ്ങിക്കൊണ്ട് ഇരിക്കുന്നുണ്ട്. അതാണ് ആറ്റത്തിൻ്റെ ഘടന എന്ന് റുദർഫോർഡ് പറഞ്ഞു. But according to this model, an electron revolves around the nucleus in a circular path. It continuously loses their energy and finally collapses into the nucleus. But this does not happen in an atom. Rutherford failed to explain this. This is the demerit of Rutherford atom model. റുദർഫോർഡിൻ്റെ ആറ്റം മോഡൽ അനുസരിച്ച് ഒരു ഇലക്ട്രോൺ ന്യൂക്ലിയസിന് ചുറ്റിലും കറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ ഇലക്ട്രോണിൻ്റെ ഊർജം തുടർച്ചയായിട്ട് നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും. അവസാനം അത് ന്യൂക്ലിയസിൽ ചെന്ന് പതിക്കും. പക്ഷേ സാധാരണയായിട്ട് ആറ്റത്തിനുള്ളിൽ ഇങ്ങനെയൊരു പ്രക്രിയ നടക്കുന്നില്ല. അത് എന്തുകൊണ്ടാണ് എന്നുള്ളത് പറയാൻ റുദർഫോർഡിനെ കൊണ്ട് സാധിച്ചില്ല. ഇതാണ് റുദർഫോർഡ് മോഡലിൻ്റെ ഡീമെറിറ്റ് ആയിട്ട് പറയുന്നത്. നെക്സ്റ്റ്, ദ സയൻറ്റിസ്റ്റ് നീൽസ് ബോർ പ്രൊപ്പോസ്ഡ് എ ന്യൂ ആറ്റം മോഡൽ വിച്ച് ഗിവ് പ്രോപ്പർ എക്സ്പ്ലനേഷൻ ടു റുദർഫോർഡ് ആറ്റം മോഡൽ. ദിസ് മോഡൽ ഈസ് നോൺ ആസ് ബോർ മോഡൽ. അടുത്തതായിട്ട് മറ്റൊരു ശാസ്ത്രജ്ഞൻ നീൽസ് ബോർ പുതിയ ഒരു ആറ്റം മോഡൽ കൊണ്ടുവന്നു. ഇത് റുദർഫോർഡിൻ്റെ ആറ്റം മോഡലിൻ്റെ പോരായ്മകളൊക്കെ പരിഹരിച്ചുകൊണ്ടുള്ളത് ആയിരുന്നു. ഇതിനെയാണ് ബോർ മോഡൽ എന്ന് അറിയപ്പെടുന്നത്. ബോർ മോഡലിൻ്റെ പ്രധാന ആശയങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് electrons revolve around the nucleus in a fixed path called orbit or shells. ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിന് ചുറ്റും ഒരു ഫിക്സഡ് പാത്തിലൂടെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ആ ഫിക്സഡ് പാത്തിനെ വിളിക്കുന്ന പേരാണ് ഓർബിറ്റ് അല്ലെങ്കിൽ ഷെൽ എന്ന് പറയുന്നത്.
Electron in each shell have definite energy. Hence, shells are also called energy levels. ഓരോ ഷെല്ലിനും ഒരു പർട്ടിക്കുലർ എനർജി ഉണ്ടായിരിക്കും, ഒരു നിശ്ചിത ഊർജം ഉണ്ടായിരിക്കും. അതുകൊണ്ട് ഷെൽസിനെ നമ്മൾ ഊർജ നിലകൾ എന്നും അറിയപ്പെടുന്നുണ്ട്. As long as an electron revolves in a fixed path, its energy remains constant. ഒരു ഫിക്സഡ് ഓർബിറ്റലിലൂടെ അല്ലെങ്കിൽ ഒരു ഫിക്സഡ് ഷെല്ലിലൂടെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ഇലക്ട്രോണിന് ഒരു നിശ്ചിത ഊർജം ഉണ്ടായിരിക്കും. അതൊരിക്കലും എന്തായി പോവില്ല, നഷ്ടപ്പെട്ട് പോകില്ല. The energy of the shell increases as the distance from the nucleus increases. ന്യൂക്ലിയസിൽ നിന്ന് ദൂരം അകലം കൂടുന്നതിനനുസരിച്ച് ഷെല്ലിൻ്റെ ഊർജവും കൂടും. അപ്പോൾ ന്യൂക്ലിയസിന് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഷെല്ലിനായിരിക്കും ഏറ്റവും ഊർജം കുറവ്, ഏറ്റവും അകലെ നിൽക്കുന്ന ഷെല്ലിനായിരിക്കും ഊർജം കൂടുതൽ. The shells or orbitals can be represented by numbers 1, 2, 3, 4, etc. or the letters K, L, M, N, O, etc. സാധാരണയായിട്ട് നമുക്ക് ഷെല്ലുകളെ 1, 2, 3, 4 ഇങ്ങനെ രേഖപ്പെടുത്താം. അതുമല്ലെങ്കിൽ ഇംഗ്ലീഷ് ലെറ്റേഴ്സ് ആയിട്ടുള്ള കെ, എൽ, എം, എൻ എന്നിങ്ങനെ രേഖപ്പെടുത്താൻ സാധിക്കും. These are the main ideas of Bohr atom model. Next, we discuss two new terms. Already we know the total mass of an atom is concentrated in the nucleus due to the presence of proton and neutron present in the nucleus. So, we calculate the total mass of an atom. The number of proton and the number of neutron is very important. So that the total number of proton and neutron in an atom is called mass number, and it is represented by the letter A. നമ്മൾ ഒരു ആറ്റം എടുത്തു കഴിഞ്ഞാൽ ആ ആറ്റത്തിൻ്റെ മാസ് കേന്ദ്രീകരിച്ചിരിക്കുന്നത് ന്യൂക്ലിയസിലാണെന്ന് പഠിച്ചു കഴിഞ്ഞു. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ മാസ് കൂടുതലുള്ള പ്രോട്ടോണും ന്യൂട്രോണും ന്യൂക്ലിയസിലാണ് ഉള്ളത്. അപ്പോൾ ഒരു ആറ്റത്തിൻ്റെ മാസ് നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ ആ ആറ്റത്തിനുള്ളിലെ പ്രോട്ടോണുകളുടെ എണ്ണവും ന്യൂട്രോണുകളുടെ എണ്ണവും പറയേണ്ടി വരും, അല്ലേ? അപ്പം ന്യൂട്രോണുകളുടെ എണ്ണവും പ്രോട്ടോണുകളുടെ എണ്ണവും വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് ഒരാറ്റത്തിലെ ആകെ പ്രോട്ടോണുകളുടെ എണ്ണവും ന്യൂട്രോണുകളുടെ എണ്ണവും നമ്മൾ മാസ് നമ്പർ എന്നാണ് അറിയപ്പെടുന്നത്. അതിനെ എ എന്ന ലെറ്റർ ഉപയോഗിച്ച് നമ്മൾ സൂചിപ്പിക്കും. യൂഷ്വലി പ്രോട്ടോൺ ഡസ് നോട്ട് അണ്ടർഗോ എനി ചേഞ്ച് ഇൻ കെമിക്കൽ reactions, but electrons participate in chemical reactions. Therefore, the total number of proton or the total number of electron in an atom is called atomic number or represented by the letter Z. സാധാരണയായിട്ട് ഒരു രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്ന സമയത്ത് പ്രോട്ടോണിന് യാതൊരു വിധത്തിലുള്ള മാറ്റവും ഉണ്ടാവില്ല. ഇലക്ട്രോൺ ആണ് രാസപ്രവർത്തന വേളയിൽ പരസ്പരം പങ്കുവയ്ക്കുന്നതും പരസ്പരം വിട്ടുകൊടുക്കുകയും ഒക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ആറ്റത്തിനുള്ളിലുള്ള പ്രോട്ടോണിൻ്റെ എണ്ണത്തിന് തുല്യമായിരിക്കും ഇലക്ട്രോണുകളുടെ എണ്ണം, അല്ലേ? അപ്പം ഒരു ആറ്റത്തിനുള്ളിലെ ആകെ പ്രോട്ടോണുകളുടെ എണ്ണം
അല്ലെങ്കിൽ ആകെ ഇലക്ട്രോണുകളുടെ എണ്ണത്തെയാണ് അറ്റോമിക നമ്പർ എന്ന് പറയുന്നത്. ഇസഡ് എന്ന ലെറ്റർ ഉപയോഗിച്ച് നമ്മൾ സൂചിപ്പിക്കും. മാസ് നമ്പർ A is equal to number of proton plus number of neutron. Atomic number Z is equal to number of proton or equal to number of electron. By using atomic number and mass number, we can find the number of neutron. Number of neutron is equal to mass number minus atomic number. നമുക്ക് അറ്റോമിക് നമ്പറും മാസ് നമ്പറും കിട്ടിക്കഴിഞ്ഞാൽ ഒരു ആറ്റത്തിനുള്ളിലുള്ള ന്യൂട്രോണുകളുടെ എണ്ണം കണ്ടുപിടിക്കാൻ സാധിക്കും. ന്യൂട്രോണുകളുടെ എണ്ണം എന്ന് പറയുന്നത് മാസ് നമ്പറിൽ നിന്ന് അറ്റോമിക നമ്പർ കുറയ്ക്കുന്നത് ആയിരിക്കും. An element can be represented by X, A, Z, where X is the symbol of an element, A is mass number, Z is atomic number. For example, we consider sodium atom. We know the symbol of sodium atom, Na. Na 2311. Here mass number is equal to 23. Atomic number is equal to 11. Number of neutron is equal to 23 minus 11, which is equal to 12. And also find number of proton is equal to 11, number of electron is equal to 11. Another example, hydrogen, H11. Mass number is equal to 1, atomic number is equal to 1. Number of neutron is equal to 1 minus 1 is equal to 0. Number of proton is equal to 1, number of electron is equal to 1. ഹൈഡ്രജൻ്റെ അറ്റോമിക നമ്പറും മാസ് നമ്പറും 1 ആണ്. അതുകൊണ്ട് ഹൈഡ്രജനിലുള്ള പ്രോട്ടോണുകളുടെ എണ്ണം 1 ആണ്. ഹൈഡ്രജൻ്റെ ഇലക്ട്രോണിൻ്റെ എണ്ണം 1 ആണ്. ഹൈഡ്രജനിൽ ന്യൂട്രോൺ ഇല്ല. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. Some more examples given in this table. Please look at the table carefully. Now, we conclude today's class. Read your text and note carefully and study well. We will meet again. Thank you.